എന്താണ് ബാബിലോൺ എന്ന മഹതി? മഹാവേശ്യയായ ഒരു സ്ത്രീയെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്നു. ബാബിലോൺ എന്ന മഹതി എന്ന നിഗൂഢമായ ഒരു പേരും അവൾക്കുണ്ട്. ഈ സ്ത്രീ സൂചിപ്പിക്കുന്നത് വ്യാജമായതിനു വേണ്ടി ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച ലോകമെങ്ങുമുള്ള വ്യാജമതങ്ങളുടെ ഒരു കൂട്ടത്തെയാണ്. ഈ മതങ്ങൾ തമ്മിൽ ആശയങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ടെങ്കിലും ഇവരെല്ലാം സത്യദൈവമായ യഹോവയെ ആരാധിക്കുന്നതിൽ നിന്ന് ആളുകളെ അകറ്റുകയാണ് ചെയ്യുന്നത്. ബാബിലോൺ എന്ന മഹതിയെ തിരിച്ചറിയാനുള്ള താക്കോലുകളെക്കുറിച്ച് ബൈബിൾ വിവരിക്കുന്നത്: 1. ബാബിലോൺ എന്ന മഹതി എന്നത് ഒരു അടയാളമാണ്. വെളിപാട് പുസ്തകം അടയാള രൂപേണ എഴുതിയിരിക്കുന്നതിനാൽ ബാബിലോൺ എന്ന മഹതി എന്നത് അക്ഷരീയ സ്ത്രീയെയല്ല, ആലങ്കാരിക സ്ത്രീയെയാണ് അർത്ഥമാക്കുന്നത് എന്ന് ന്യായമായും നിഗമനത്തിലെത്താൻ കഴിയും. മാത്രമല്ല, അവൾ പെരുവെള്ളത്തിന്മീതെയാണ് ഇരിക്കുന്നത്. അത് വംശങ്ങളെയും ജനക്കൂട്ടങ്ങളെയും ജനതകളെയും ഭാഷക്കാരെയും അർത്ഥമാക്കുന്നു. ഒരു അക്ഷരീയ സ്ത്രീക്ക് അങ്ങനെ ഇരിക്കുക സാധ്യമല്ലല്ലോ. 2. ബാബിലോൺ എന്ന മഹതി ഒരു അന്തർദേശീയ പ്രസ്ഥാനത്തെ അർത്ഥമാക്കുന്നു. വെളിപാട് 17:18 അവളെ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ ഭരണം നടത്തുന്ന മഹാനഗരമെന്ന് വിളിച്ചിരിക്കുന്നു. അത് കാണിക്കുന്നത് അവൾക്ക് അന്തർദേശീയ തലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുണ്ടെന്നാണ്. ബാബിലോൺ എന്ന മഹതി രാഷ്ട്രീയപരമോ വാണിജ്യപരമോ ആയ ഒന്നല്ല, പകരം ഒരു മതപ്രസ്ഥാനമാണ്. മന്ത്രപ്രയോഗങ്ങളും ആഭിചാരക്രിയകളും വളരെ ആഴത്തിൽ വേരോടിയിരുന്ന ഒരു നഗരമായിരുന്നു പുരാതന ബാബിലോൺ. ആ നഗരത്തിൽ താമസിച്ചിരുന്നവർ സത്യദൈവമായ യഹോവയ്ക്കെതിരെയുള്ള വ്യാജമതവിശ്വാസങ്ങളാണ് പിൻപറ്റിപ്പോന്നത്. ബാബിലോണിലെ ഭരണാധികാരികൾ യഹോവയ്ക്കെതിരായും യഹോവയെ ആരാധിക്കുന്നതിനെതിരായും ധിക്കാരപൂർവ്വം തങ്ങളെ തന്നെ ഉയർത്തി. കൂടാതെ ബാബിലോൺ എന്ന മഹതി ഭുകിതവിദ്യയ്ക്ക് പേരുകേട്ടതായിരുന്നു. ഇത് അവൾ ഒരു മതപരമായ പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. വെളിപാട് 18:23. ഒരു കാരണവശാലും ബാബിലോൺ എന്ന മഹതി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. കാരണം ഭൂമിയിലെ രാജാക്കന്മാർ അവളെ ചൊല്ലി വിലപിക്കുന്നുണ്ട്. ഇനി ഭൂമിയിലെ വ്യാപാരികളിൽ നിന്ന് അവളെ വേർതിരിച്ച് കാണിക്കുന്നതിനാൽ അവൾ വാണിജ്യപരമായ ഒരു ശക്തിയുമല്ല. വെളിപാട് 18:11-15. ലോകത്തുള്ള സകല വ്യാജമതങ്ങളെയും കുറിക്കാൻ ബാബിലോൺ എന്ന മഹതി എന്ന പദം ഉചിതമാണ്. 3. സത്യദേവമായ യഹോവയിലേക്ക് എങ്ങനെ അടുക്കാമെന്ന് ആളുകളെ പഠിപ്പിക്കുന്നതിന് പകരം മറ്റു ദൈവങ്ങളെ ആരാധിക്കാനാണ് വ്യാജമതങ്ങൾ ശ്രമിച്ചിരിക്കുന്നത്. ഇതിനെ ആത്മീയ വേശ്യാവൃത്തി എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. ത്രിത്വദൈവത്തിലുള്ള വിശ്വാസം, മരണശേഷമുള്ള ആത്മാവിന്റെ അമർത്യത, ആരാധനയിൽ വിഗ്രഹങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയ പുരാതന ബാബിലോണിൽ ഉത്ഭവിച്ച വിശ്വാസങ്ങൾ ഇന്നും പല വ്യാജമതങ്ങളും പഠിപ്പിക്കുന്നു. കൂടാതെ ഈ മതങ്ങൾ തങ്ങളുടെ ആരാധനയെ ഈ ലോകത്തോടുള്ള സ്നേഹത്തോട് കൂട്ടിക്കലർത്തിയിരിക്കുന്നു. ഇത്തരം അവിശ്വാസതയെ ആത്മീയ പരസംഗമെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. യാക്കോബ് 4:4. വ്യാജമതത്തിൽ കുന്നുകൂടിയിരിക്കുന്ന ധനവും അവയുടെ പ്രതാപപ്രകടനവും പർപ്പിളും കടുംചുവപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചും സ്വർണവും രത്നങ്ങളും മുത്തുകളും അണിഞ്ഞും ഇരിക്കുന്ന ബാബിലോൺ എന്ന മഹതിയെക്കുറിച്ചുള്ള ബൈബിൾ വിവരണത്തോടെ കൃത്യമായി യോജിക്കുന്നു. ഭൂമിയിലെ വൃത്തികെട്ട കാര്യങ്ങളുടെയും അല്ലെങ്കിൽ ദൈവത്തെ അപമാനിക്കുന്ന സകല പഠിപ്പിക്കലുകളുടെയും പ്രവൃത്തികളുടെയും ഉറവിടമാണ് ബാബിലോൺ എന്ന മഹതി. ബാബിലോൺ എന്ന മഹതിയെ പിന്തുണയ്ക്കുന്ന വംശങ്ങളും ജനക്കൂട്ടങ്ങളും ജനതകളും ഭാഷക്കാരുമാണ് വ്യാജമതത്തിലെ അംഗങ്ങൾ. വെളിപാട് 17:15. ബാബിലോൺ എന്ന മഹതിയാണ് ഭൂമിയിൽ കൊല്ലപ്പെട്ട എല്ലാവരുടെയും രക്തത്തിന് ഉത്തരവാദികളായിരിക്കുന്നത്. ചരിത്രത്തിലുടനീളം അവർ യുദ്ധങ്ങൾക്ക് കാരണമാകുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ ആളിക്കത്തിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, സ്നേഹത്തിന്റെ മൂർത്തിമദ്ഭാവമായ യഹോവയെക്കുറിച്ച് ആളുകളെ പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് അനേകം രക്തച്ചുരിച്ചിലുകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ബാബിലോൺ എന്ന മഹതിയെ ദൈവം എങ്ങനെ കാണുന്നു? ദൈവത്തിന്റെ കണ്ണിൽ ബാബിലോൺ എന്ന മഹതിയുടെ പാവങ്ങൾ ആകാശത്തോളം കുന്നുകൂടിയിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അംഗങ്ങളോട് മോശമായി ഇടപെടുകയും ചെയ്യുന്ന വ്യാജമതങ്ങളെ യഹോവ വെറുക്കുന്നു. ബാബിലോൺ എന്ന മഹതിക്ക് എന്ത് സംഭവിക്കും? ദൈവം ബാബിലോൺ എന്ന മഹതിക്കെതിരെ ന്യായവിധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. ദൈവം എല്ലാ വ്യാജമതങ്ങളെയും ഇല്ലാതാക്കുമെന്ന് ബൈബിളിൽ ആലങ്കാരികമായി മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. കടുംചുവപ്പ് നിറമുള്ള ഒരു കാട്ടുമൃഗത്തെ വ്യാജമതങ്ങൾക്കെതിരെ തിരിയാനും അതിനെ പൂർണ്ണമായി നശിപ്പിക്കാനും ദൈവം പ്രേരിപ്പിക്കും. ഈ കാട്ടുമൃഗം ശക്തമായൊരു രാഷ്ട്രീയ സംഘടനയാണ് പ്രതീകപ്പെടുത്തുന്നത്. ബൈബിൾ പറയുന്നു,
മഹാനഗരമായ ബാബിലോണിനെയും ഇങ്ങനെ വലിച്ചെറിയും. പിന്നെ ആരും അവളെ കാണില്ല. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ വ്യാജമതത്തിൽ നിന്ന് തങ്ങളെത്തന്നെ വേർപെടുത്തിക്കൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് പുറത്തു കടക്കേണ്ടത് ആവശ്യമാണ്.